ഗൈസ്, ഞാൻ ഈ മടാന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണി. ഒരു പ്രത്യേക സ്റ്റൈലിലായിരുന്നു വീഡിയോ എടുക്കാൻ പ്ലാൻ. അതെന്തായാലും ചീറ്റിപ്പോയി. എന്തായാലും നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്ത് 1 മണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ. എന്തായാലും നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ. അപ്പം നമുക്ക് ചിക്കൻ പൊരിച്ച അതേ ഓയിലിൽ തന്നെ കുറച്ച് സവാള നന്നായിട്ട് വാട്ടിയെടുക്കാം കേട്ടോ. സവാള നന്നായി വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, തക്കാളി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്ത് അവസാനം കുറച്ച് തൈരും കൂടെ ആക്കി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണിക്ക് മസാല മാത്രം മതിയോ, നമുക്ക് ചോറും കൂടെ വേണ്ടേ. അപ്പം അതേ ചിക്കൻ പൊരിച്ചോയിലേക്ക് വീണ്ടും കുറച്ച് നെയ്യും ചേർത്ത് ഹോട്ട് സ്പൈസസ് ഇട്ടിട്ട് കുറച്ച് ഉള്ളി, ക്യാരറ്റും കൂടെ അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റാട്ടോ. എന്നിട്ട് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാം. ഉപ്പും കൂടി ഇടാൻ മറക്കണ്ട. ആ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും അരി ഒട്ടാതിരിക്കാൻ വേണ്ടി കുറച്ച് ചെറുനാരങ്ങയും പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇനി തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരി കൂടി ഇട്ട് ഒരു 10-15 മിനിറ്റ് ഏകദേശം വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറ് റെഡി. നമ്മൾ കോഴിക്കോട്ടുകാർക്ക് ദമ്മില്ലാതെ എന്ത് ബിരിയാണി കഴിച്ച. അപ്പം ഒരു അടികിട്ടിയുള്ള പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിന് മുകളിലേക്ക് മസാല ഇട്ട് അതിന് മുകളിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് മുകളിൽ കുറച്ച് മല്ലിയിലയും നെയ്യും കൂടെ ഇട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ ബിരിയാണി റെഡി.